ഹലോ ഫ്രണ്ട്സ്, ആഡംസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത് ഹൈദരാബാദിലുള്ള ഐക്യ ഹോം ഫർണിഷിംഗ് എന്ന് പറഞ്ഞ ഒരു ഷോറൂമിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള കാഴ്ചകളാണ് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ അവിടെ ഓരോ റൂമുകൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ, ഡൈനിങ് ഏരിയ, പിന്നെ കിഡ്സിൻ്റെ റൂം, സ്റ്റഡി റൂം, അങ്ങനെ ഓരോ ഏരിയയുടെ ഡെമോ ഉണ്ട്. അതിന് അത്രയും ഒരു റൂമിനുള്ള എമൗണ്ട് അവിടെ ബില്ലിലുണ്ട്. ആ എമൗണ്ടിന് നമുക്കത് വീട്ടിൽ സെറ്റ് ചെയ്ത് തരും. അങ്ങനെയാണ്. ഫസ്റ്റ് നമ്മൾ ചെന്ന ഫ്ലോർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടോയ്സിൻ്റെ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആഡമിനാണെങ്കിൽ എവിടെ ചെന്നാലും അവിടെ നിന്ന് സോഫ്റ്റ് ടോയ്സ് വാങ്ങിക്കും. ഇവിടുത്തെ സോഫ്റ്റ് ടോയ്സ് നല്ല രസമുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആയിരുന്നു. അപ്പോൾ അവൻ ഇവിടെ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്ത് വെച്ചു കേട്ടോ. പക്ഷെ ആദ്യം നമ്മൾ അത് വാങ്ങിയില്ല. അവസാനമായിപ്പോൾ അവന് 2 സോഫ്റ്റ് ടോയ്സിനെ വാങ്ങിച്ചു. ഇവിടെ തന്നെ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയ ചെയർ ഉണ്ടായിരുന്നു, നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റണത്. പിന്നെ ടേബിൾ ലാമ്പ്, പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഈ ഓരോരോ സെക്ഷൻ തുടങ്ങി. ഇത് കിഡ്സിൻ്റെ റൂമാണ്. ഈ ഫുൾ ബെഡ്റൂമിനാണ് 50,000. ആഡം ഈ ബെഡിലൊക്കെ കിടന്ന് നോക്കി ആൾക്ക് എനിക്ക് ഇങ്ങനത്തെ മതി എന്നൊക്കെ പറയണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയി. ഇതിൽ ഓരോ ഐറ്റമിനും അതിൻ്റെ ബില്ലിൽ അവിടെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, ഫുൾ ഒരു റൂമായിട്ട് സെറ്റ് ചെയ്യണതിനുള്ള റേറ്റ് വേറെയും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല 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 സോഫകൾ, ഇരിക്കണ പലതരത്തിലുള്ള ചെയറുകൾ, പില്ലോ, കുഷ്യൻ, പിന്നെ വാളിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്, ഫ്രെയിമുകൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. വെറൈറ്റി ടേബിൾ ലാമ്പ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതെ, ഇതൊരു ടേബിൾ ലാമ്പാണ്. പിന്നെ കുട്ടികളുടെ ടേബിൾ ലാമ്പ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടേബിൾസ്, നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടേബിൾസ് ഉണ്ടായിരുന്നു. ഇത് ഫുള്ള് ചെയറിൻ്റെ സെക്ഷനാണ്. നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് പാടാണ്. അത് തന്നെ നമ്മളൊന്നും സെലക്ട് ചെയ്തില്ല. ഇനി അടുത്തത് ടേബിൾസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ടേബിൾസും ചെയറും, പിന്നെ അതുപോലെ തന്നെ കബോർഡുകൾ, കിച്ചൺ ഐറ്റംസ് വയ്ക്കണ കബോർഡുകളുടെ സെക്ഷനാണ്. അതിൽ നമ്മൾ കണ്ട ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ആവും. അങ്ങനത്തെ ടേബിളാണ്. അത് മറ്റേ ചാർജബിളാണ് കേട്ടോ. ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടേബിളാണ്. ആഡമിന് മറ്റേ സ്റ്റഡി ടേബിൾ മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ നമ്മുടെ അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായ കാരണം ഞങ്ങൾ നോക്കിയില്ല അവിടെ നിന്ന്.
ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടേബിൾ. അതായത് ഇതിൻ്റെ സൈഡിലൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് മുകളിൽ വരും. വീണ്ടും നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് താഴേക്ക് വരും. അതിന് ഏകദേശം ഒരു 30,000 ആട്ടാ. 37,000 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ചിമ്മിണി ഇനി കാണുന്നത് ഒരു കിച്ചൻ്റെ ഫുൾ സെറ്റാണ് കേട്ടോ. കബോർഡുകൾ, അതുപോലെ തന്നെ പാത്രങ്ങൾ, സ്റ്റൗവ്, അങ്ങനെ ഫുൾ സെറ്റാണ്. അതിൻ്റെ റേറ്റാണ് ഇവിടെ എഴുതി വെച്ചത്. കംപ്ലീറ്റ് കിച്ചൺ ഫോർ അണ്ടർ 95,000. പിന്നെ അടുത്ത സെക്ഷനിൽ കിഡ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. കിഡ്സിൻ്റെ റൂം, കിഡ്സിൻ്റെ സ്റ്റഡി റൂം, അതുപോലെ തന്നെ ബെഡ്. ഇവിടെയും കുറേ സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ആഡം ഒരു പാണ്ടേനെയും ഒരു ഡിനോസറിനെയും സെലക്ട് ചെയ്തത്. ഇത് കിഡ്സിൻ്റെ കട്ടിലാണ് കേട്ടോ, 2 നിലയുള്ളത്. താഴെ ഒരാൾക്കും മുകളിൽ ഒരാൾക്കും കിടക്കാൻ പറ്റുന്ന ടൈപ്പ് ബെഡ് കേട്ടോ കിഡ്സിൻ്റെ. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ടോയ്സിൻ്റെ തന്നെയാണ് കേട്ടോ. ഈ സെക്ഷനിൽ ഒരുപാട് സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിരുന്നു. വലിയ ഡോൾഫിനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ആഡം ഒരു പാൻഡാനെയും പിന്നെ ഒരു ഡൈനോസറിനെയും വാങ്ങിയത് കേട്ടോ. എനിക്കിഷ്ടമായത് വേറെ സോഫ്റ്റ് ടോയ് കേട്ടോ, പക്ഷേ അത് പറഞ്ഞ് അവനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറ്റിയില്ല. അവനിഷ്ടമായത് വേറെ ആയിരുന്നു. അങ്ങനെ അത് 2 വാങ്ങി ഞങ്ങൾ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി എക്സിറ്റിൻ്റെ അവിടെയായിരുന്നു കേട്ടോ ഐസ്ക്രീംസും അതിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഐസ്ക്രീം വാങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ടോ പോയത്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അവിടെ ഒരു മറ്റേ ട്രെയിനും പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് വരാം ഈ ഒരു ഇതിൽ റെയിലിൽ കൂടെ കേട്ടോ ഫുഡ് വരാം, ട്രെയിനിൽ. അങ്ങനെ നല്ല ഫുഡായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ഇനി വേറൊരു വീഡിയോയിൽ കാണാം.